നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. അവസാന നിമിഷം വരെ ഉദ്വേഗം ജനിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് ആ തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ തീരുമാനം വന്നതിന് ശേഷം പഴയ കോൺഗ്രസ് പട്ടേൽ റേസൊക്കെ ഉദാഹരിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ ആ രീതിയിൽ തഴയപ്പെട്ടു, എം.എൽ.എമാരുടെ പിന്തുണ ഉണ്ടായിട്ടും എന്ന രീതിയിലൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി എന്തായിരിക്കാം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? ഇതൊരു മനോഹരമായ പ്രതികാരത്തിൻ്റെ കഥയാണ്. നമുക്കറിയാം, ഭൂരിപക്ഷ എം.എൽ.എമാർ, പാർട്ടിയിലെ ഭൂരിപക്ഷ നേതാക്കൾ മുൻ KPCC അധ്യക്ഷന്മാരുടെ തലയെണ്ണിയപ്പോൾ 10-8 ഈ പോയിന്റുകളൊക്കെ നിരത്തി ചിലർ ബാധിച്ചപ്പോൾ എല്ലാം KCക്ക് അനുകൂലം. അതിനേക്കാളൊക്കെ വലിയ അനുകൂല ഫാക്ടർ എന്ന് പറയുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധി KCയുടെ പേര് മുന്നോട്ട് വെച്ച് ഒപ്പം നിന്നു. അവസാന നിമിഷം വരെ KCയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം പോലും തകർത്തുകൊണ്ട് ഇവിടെ ഉയർന്ന ഒരു ജനവികാരം, ഒരു ആർത്തിരമ്പലായിരുന്നു. അത് ഏത് ഹൈക്കമാൻഡിനെയും തകർത്തെറിയുന്ന സുനാമിയായി മാറി. ഈ ജനവികാരം ഉൾക്കൊള്ളുന്നതിൽ രാഹുൽ ഗാന്ധിയും ഒടുവിൽ വിജയിച്ചു. അതിനൊരു കാരണമുണ്ട്. വയനാട്ടിലെ MLA പ്രിയങ്ക ഗാന്ധിയുടെ നിശ്ചയദാർഢ്യം. കാരണം പ്രിയങ്ക ഭയന്നു, ഇനി വയനാട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്ന ഭയം. 2 മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ കക്ഷി, ഘടകകക്ഷി കട്ടയ്ക്ക് നിലപാടെടുത്തു. AICC മുസ്ലിം ലീഗ് ഇത്ര ശക്തമായ നിലപാടെടുക്കുമെന്ന് തുടക്കത്തിൽ കരുതിയില്ല, അവസാനം വരെ കരുതിയില്ല. അങ്ങനെ എല്ലാ തലങ്ങളിലും ഹൈക്കമാൻഡിനെ ഒറ്റപ്പെടുത്തിയ ഒരു ജനവികാരമാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. ഇവിടെ പാർട്ടിയിൽ ഭൂരിപക്ഷമില്ല, NSSൻ്റെ പിന്തുണയില്ല, SNDPയുടെ പിന്തുണയില്ല, കോൺഗ്രസ് സംഘടനയുടെ പിന്തുണയില്ല. അങ്ങനെ എല്ലാ തലങ്ങളിലും ഏറെ പിന്നിൽ നിന്നിരുന്ന സതീശൻ ഒടുവിൽ മുന്നിലേക്ക് ഊട്ടിക്കയറുക, ചാടിക്കയറുക, ജനങ്ങൾ അദ്ദേഹത്തെ ആ ഏറ്റവും ഉയർന്ന കസേരയിലേക്ക് ഇരുത്തി. അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ വരുന്നു. സതീശൻ്റെ ഈ വരവിൽ ഒരുപാട് കണക്ക് തീർക്കലുണ്ട്. 1989 തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കഥയുണ്ട്. 89 ഇതേ സതീശൻ എന്ന KSU പ്രസിഡന്റ് ആവേണ്ടതാണ്. ഇന്ന് തിരുത്തൽവാദത്തിൻ്റെ കാലമാണ്. തിരുത്തൽവാദം നമുക്കറിയാം. കാർത്തികേയൻ, രമേശ്, ഷാനവാസ്, ജോസഫ് വാഴക്കൻ, അങ്ങനെ ആ തിരുത്തൽവാദികളുടെ കൂട്ടത്തിൽ ജൂനിയറായി അന്ന് വി.ഡി. സതീശൻ ഉണ്ടായിരുന്നു. വി.ഡി. സതീശൻ കരുണാകരൻ ക്യാമ്പിൽ നിന്ന് തിരുത്തൽവാദികൾക്കൊപ്പം ഒരു പ്രത്യേക ഗ്രൂപ്പായി മാറിയപ്പോൾ ഏറെ രാഷ്ട്രീയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ്. 89 KSU സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സതീശൻ്റെ പേര് ഉയർന്നിരുന്നു. പക്ഷെ സതീശനേക്കാൾ കുറച്ചുകൂടി സീനിയറും KSUവിൽ മുൻപ് വൈസ് പ്രസിഡൻറ്റുമൊക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാൽ അക്കാലഘട്ടത്തിൽ KSU പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വീര്യം പകർത്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുത്തൽവാദവുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്ന് കെ. കരുണാകരന് പിന്നിൽ ഏറ്റവും ശക്തമായ പിന്തുണയോടെ കെ.സി. വേണുഗോപാൽ അവിടെ ഉറച്ചു നിന്നു. അതിൻ്റെ ഫലമായി KCക്ക് KSU പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ലഭിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവികളിൽ 7 വർഷമാണ് KC ഇരുന്നത്. KSU അധ്യക്ഷനാകുമ്പോൾ അന്ന് വൈസ് പ്രസിഡന്റ് സതീശനെ ആക്കും എന്നൊക്കെ ചില ഉറപ്പുകളുണ്ടായിരുന്നു. 6 മാസത്തിനകം ഭാരവാഹി ലിസ്റ്റിൽ സതീശനെ ഉൾപ്പെടുത്തുമെന്നൊക്കെയായിരുന്നു അന്ന് കൊടുത്ത വാക്ക്. പക്ഷേ ഉൾപ്പെടുത്തിയില്ല. ഈ വി.ഡി. സതീശൻ അന്നേ KC നോട്ട് വിട്ടു. അന്ന് തൊട്ട് വി.ഡി. സതീശനെ ഭയമാണ്. വി.ഡി. സതീശൻ എപ്പോഴെങ്കിലും തൻ്റെ തലയ്ക്ക് മുകളിൽ വെട്ടിക്കയറി പോകുമെന്ന് KC ഭയപ്പെട്ടു. പിന്നീട് നമുക്കറിയാം, ആദ്യ തെരഞ്ഞെടുപ്പ് പറവൂരിൽ സതീശനെ സ്ഥാനാർത്ഥിയാക്കുന്നു. 14 ദിവസമേ പ്രചരണത്തിന് കിട്ടിയുള്ളൂ. അവിടെ എത്തി. പക്ഷേ 1014 വോട്ടുകളുടെ കുറവിൽ സതീശൻ അവിടെ പരാജയപ്പെടുത്തും. പക്ഷെ സതീശൻ്റെ ഒരു നിശ്ചയദാർഢ്യം, വാശി, അത് നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. അവിടെ തന്നെ നിന്ന് പറവൂരിൽ തോറ്റ സ്ഥാനാർത്ഥി പറവൂരിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. തീരദേശ പ്രദേശങ്ങളിലും പറവൂർ ജനതയ്ക്കൊപ്പവും ഒക്കെ സതീശൻ്റെ പ്രവർത്തനങ്ങൾ. പിന്നീട് നമ്മൾ കാണുന്നത് തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരുന്ന സതീശനെയാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. അതും വേണുഗോപാൽ നിർദ്ദയം വെട്ടിക്കളഞ്ഞു. അന്ന് ഈ സതീശന് രമേശ് ചെന്നിത്തലയോടൊരു അപ്രിയമുണ്ടായിരുന്നു, തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാത്തതിൽ. ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലേക്ക് ചേക്കേറിയിട്ടില്ല സതീശൻ. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സതീശനോട് നീതികേട് കാട്ടി എന്നൊക്കെ നമ്മളിപ്പോൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമില്ല.
ആ കഥ 2011 മന്ത്രിസഭയുടെ കാലത്താണ്. 2006-11 കാലഘട്ടത്തിൽ അന്ന് തോമസ് ഐസക്കാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി. ലോട്ടറി വലിയ വിവാദമായി ഇവിടെ വളർന്നു. അന്ന് തോമസ് ഐസക് നിയമസഭയിലും പുറത്തുമൊക്കെ ചില വെല്ലുവിളികൾ നടത്തി. സതീശൻ കട്ടക്കിറങ്ങി ഒരു പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് നമുക്കൊരു പരസ്യ സംവാദം നടത്താൻ ധനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന ഒരു പ്രതിപക്ഷ യുവ MLA യുടെ ചോദ്യം. അന്ന് തോമസ് ഐസക് വലിയൊരു മണ്ടത്തരം കാണിച്ചു. ആ സംവാദത്തിന് പുറപ്പെട്ടു. പക്ഷേ പ്രസ് ക്ലബിൻ്റെ ആ ഒരു ഫ്ലോറിൽ വെച്ച് സതീശൻ തോമസ് ഐസക്കിനെ മലർത്തി അടിച്ച് കളഞ്ഞു. ഇതോടെ സതീശൻ അന്ന് കേരളത്തിൽ വലിയ ഹീറോ ആയി. ഞാനും ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു ചെറുപ്പം. അന്ന് സതീശൻ വിജയിച്ച് വരുന്ന ആ ഒരു രംഗമൊക്കെ കേരളത്തിൽ വലിയ ആവേശം വിതച്ചു. അന്ന് തോമസ് ഐസക്കിനെ മലർത്തിയടിച്ച VD സതീശൻ 2011 മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കരുതി. കാരണം അത്ര ഹീറോ പരിവേഷമായിരുന്നു. ചെറുപ്പക്കാരനാണ്, പക്ഷേ ഹീറോ പരിവേഷമാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേൽക്കുന്നു. അന്ന് ഐ ഗ്രൂപ്പ് വീണ്ടും രമേശിലേക്ക് വന്നു. അതേ ഐ ഗ്രൂപ്പിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുണ്ട്. KC അന്ന് പ്രമുഖരായി കുറച്ചുകൂടി. മുൻപ് G കാർത്തികേയന് ശേഷം കേരളത്തിന് മന്ത്രിയായ വ്യക്തിയാണ് KC. പിന്നീട് നമുക്കറിയാം KC ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ MP ആയി ചെന്ന് വലിയ ശക്തനായി മാറിയിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം 2011-14 കാലഘട്ടത്തിനിടയിലാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയത്. വലിയ സ്വാധീനം അന്ന് KC വേണുഗോപാൽ ആർജിച്ചെടുത്തിരുന്നു. അപ്പോൾ കേരളത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സതീശന് ഇടം പിടിക്കുമെന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോൾ ഐ ഗ്രൂപ്പിൽ അന്ന് 2 നായർ സ്ഥാനമോഹികളുണ്ട്. അതിലൊന്ന് ശിവകുമാർ, തിരുവനന്തപുരം MLA. സതീശന് പകരം ശിവകുമാറിൻ്റെ പേര് ഡിക്ലെയർ ചെയ്യുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. പിന്നീട് അതിൻ്റെ വസ്തുത അന്വേഷിച്ചപ്പോൾ NSSൽ നിന്ന് സതീശനെ അല്ല നിർദ്ദേശിച്ചത്, പകരം ശിവകുമാറിനെ. അന്ന് NSS നേതൃത്വത്തോട് സതീശന് തോന്നിയൊരു കലിപ്പ് അതിപ്പോഴും മനസ്സിൽ പേറുന്നുണ്ട്. അതാണ് അടിസ്ഥാനപരമായി സതീശൻ്റെ ഉള്ളിൽ കുറിച്ചിട്ടിരിക്കുന്ന പക. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ നേതാക്കളെ എടുത്താൽ ഏറ്റവും കൂടുതൽ പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നേതാവ് VD സതീശൻ തന്നെയാണ്. കാരണം 2011 തൻ്റെ മന്ത്രിസ്ഥാനം വെട്ടിയ NSS നേതൃത്വത്തെ പിന്നീട് രാഷ്ട്രീയ ചുണ കൊണ്ട് ഇതേ സതീശൻ വെട്ടിയെറിയുന്നു. 2011 നിന്ന് 2026 ഒരു 15 വർഷ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 15 വർഷ ദൂരത്തിനിടയിൽ സതീശൻ്റെ ഒരുപാട് വിശ്വരൂപം എന്ന് കേരളം കണ്ടു. 2011-16 കാലഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടിയെ അന്ന് മന്ത്രിസഭയിൽ പ്രബലനായിരുന്ന ആദ്യഘട്ടത്തിൽ 11 KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷെ തുടർന്ന് ആഭ്യന്തരമന്ത്രിയായി. പക്ഷെ ആ രമേശ് ചെന്നിത്തലയെ അടക്കം വെള്ളം കുടിപ്പിച്ച ഹരിത MLA-മാരുടെ നായകൻ. അങ്ങനെ സ്വന്തം മന്ത്രിസഭ ഭരിക്കുമ്പോൾ, സ്വന്തം മുന്നണി ഭരിക്കുമ്പോൾ അവരെ തിരുത്താൻ ആർജവത്തോടെ മുന്നിട്ട് നിന്ന ഹരിത MLA-മാരുടെ നായകൻ. 2021 അങ്ങനെ 2016 തെരഞ്ഞെടുപ്പ് കാലഘട്ടം എത്തുന്നു. 2016 വീണ്ടും മത്സരിച്ച് ജയിച്ചു വരുന്നു. സതീശൻ പക്ഷെ അടങ്ങിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെങ്കിലും സതീശൻ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു തൻ്റെ പ്രതികരണങ്ങൾ കൊണ്ട്, തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്. 2021 എത്തുന്നു. 2021 KC വേണുഗോപാലിനെ പറ്റിയൊരു നമുക്ക് വേണമെങ്കിൽ അബദ്ധം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം കേരള രാഷ്ട്രീയത്തിൽ അന്ന് ഏറ്റവും പ്രബലനായി നിൽക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തല. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു കാലം കഴിഞ്ഞു 2021 എത്തിയപ്പോൾ. പിന്നീട് രമേശ് ചെന്നിത്തലയാണ് ഏറെ തലയെടുപ്പുള്ള നേതാവ്. പ്രതിപക്ഷ നേതാവായി 2016-21 കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചതോടെ രമേശ് ക്യാമ്പിൽ നിന്ന് ഒരുപാട് പേർ വേണു ക്യാമ്പിലേക്ക് ഒഴുകി. പഴയ ഐ ഗ്രൂപ്പ് തൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നുവെന്ന് രമേശിന് മനസ്സിലായി. 2021 രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടെ അതിശക്തനായി മാറിയിരുന്നു KC വേണുഗോപാൽ. അന്ന് KC VD സതീശനെ വിളിക്കുന്നു. VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒപ്പമിരുത്തി രാഹുൽ ഗാന്ധി ഒരു ചർച്ച നടത്തുന്നു. അന്ന് VDയെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നു. അത് KCയുടെ പ്രേരണയ്ക്ക് വഴങ്ങിയാണ്. അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് VD സതീശൻ ഒരു വാക്ക് കൊടുത്തു, എനിക്ക് 5 വർഷത്തേക്ക് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം മതി, അത് കഴിഞ്ഞ് നമുക്ക് അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കാം. അപ്പോൾ ചെന്നിത്തലയ്ക്കും ആശ്വാസമായി. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കഴിയുമ്പോൾ അഥവാ മുന്നണി അധികാരത്തിൽ വന്നാലും തനിക്കൊരു മുഖ്യമന്ത്രി സ്ഥാനമുണ്ട് എന്ന് ചെന്നിത്തല കണക്കൂട്ടി. അതൊരു സ്വാഭാവിക പരിണിതിയായി ചെന്നിത്തലയുടെ മനസ്സിൽ.
മറുവശത്ത് അതീവ തന്ത്രശാലിയായ കുശാഗ്രബുദ്ധിക്കാരനായ കേസി കരുതിയത് തൻ്റെ ഒരു കൃപ കൊണ്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് സതീശനെത്തുന്നത്. അപ്പോൾ 2021 എത്തുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു ക്രെഡിറ്റ് തനിക്കിങ്ങ് തിരികെ മേടിക്കാമെന്നും കേരളത്തിലൊരു മുഖ്യമന്ത്രിയായി എത്തുമെന്നും എന്ന് കെ.സി. വേണുഗോപാൽ കരുതി. 2021 അന്ന് രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവാകുന്നതെങ്കിൽ ഒരു കാരണവശാലും 2026 തനിക്ക് ക്ലെയിം മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്ന് കെ.സിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് VD-ക്ക് ആ ചാൻസ് കൊടുത്ത് കെ.സി കളിച്ചത്. ഇതെല്ലാം ചതിയുടെയും കുതികാൽ വെട്ടിൻ്റെയും കഥയാണ്. അതാണ് രാഷ്ട്രീയം. അങ്ങനെ 2026 തെരഞ്ഞെടുപ്പ് എത്തുന്നു. 102 MLA-മാരുടെ പിന്തുണയോടെ സതീശൻ വിജയിച്ച് കയറി വരുന്നു. പണ്ട് നെട്ടൂരിലെ സ്കൂളിൽ നിന്ന് പനങ്ങാട് ഹൈസ്കൂളിലേക്ക് നടന്നു പോകുന്നൊരു കൊച്ചു പയ്യനുണ്ട്. സതീശൻ്റെ ഒരു കുട്ടിക്കാലം, നല്ല ചെറുപ്പകാലം. അന്ന് ഈ വഴിയരികിൽ നല്ല പൊക്കമുള്ള മൂവാണ്ടൻ മാവ് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ആ മൂവാണ്ടൻ മാവിൻ്റെ തുഞ്ചത്ത് നിൽക്കുന്ന മൂവാണ്ടൻ മാങ്ങ എറിഞ്ഞു വീഴ്ത്തുന്നതിൽ ഏറ്റവും വിദഗ്ധനായിരുന്നു സതീശൻ. അന്ന് തൊട്ടേ ഈ സതീശൻ്റെ ഉന്നം വലിയ ചർച്ചയാണ്. പിന്നീട് രാഷ്ട്രീയത്തിലെത്തി ഉന്നം പിഴയ്ക്കാത്ത ചുവടുവയ്പ്പുകൾ നടത്തുന്ന ഉന്നം പിഴയ്ക്കാത്ത രാഷ്ട്രീയ ചുവടുവയ്പ്പുകൾ നടത്തുന്ന സതീശന് പക്ഷേ തുടക്കത്തിലെല്ലാം ഉന്നം പിഴച്ചു. മന്ത്രിയാകാൻ കഴിഞ്ഞില്ല, KSU പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞില്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ കഴിഞ്ഞില്ല. എന്നാൽ ആത്യന്തികമായി ഉന്നം കുറിച്ചിട്ടിരുന്നു മനസ്സിൽ. അത് കേരള മുഖ്യമന്ത്രി എന്ന ഉന്നമാണ്. അതിൽ തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് സതീശൻ്റെ മനസ്സിലുണ്ട്. സതീശൻ വലിയ വാശിക്കാരനാണ്. അന്ന് തേവര കോളേജിലേക്ക് സതീശൻ കോളേജ് പഠനത്തിലെത്തുമ്പോൾ കൊച്ചിയിലെ ഒരു വരേണ്യവർഗ്ഗം കൂടുതലുള്ള ഒരു ഇടമാണ്. അതൊക്കെ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് മുറി മലയാളമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഒരു ചെത്ത് ഭാഷയിൽ നിൽക്കുന്നിടത്തേക്കാണ് ഒരു ഗ്രാമീണതയിൽ നിന്ന് തേവര കോളേജിലേക്ക് വന്ന സതീശൻ ഇറങ്ങുന്നത്. പക്ഷേ ആ കോളേജിനെയും കീഴടക്കി അന്ന് MG യൂണിവേഴ്സിറ്റി ചെയർമാനായി വിജയിച്ചു വന്നു. അപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നല്ല വീറുറ്റ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ സതീശൻ കഴിയും. സതീശൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, അധികാരം കയ്യെത്തി പിടിക്കുക, അങ്ങോട്ടേക്ക് എല്ലാവരും എത്തും. ആ ഭാവമാണ് സതീശന്. സതീശൻ്റെ ഒരു ഷാർപ്പ്നെസ് അവിടെയാണ്. അങ്ങനെ VD 2026 തെരഞ്ഞെടുപ്പിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതാണ് VD-യുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ്. 100+ സീറ്റുകൾ നേടും. അതായിരുന്നു ഏറ്റവും മാസ്റ്റർ പ്രഖ്യാപനം. മറ്റൊന്ന് ടീം UDF. അതൊരു വികാരമായിരുന്നു. അതാണ് സതീശനെ സംബന്ധിച്ച് ഈ ഒരു നിർണായക വേളയിൽ വലിയൊരു ഇന്ധനം നിറച്ചത് സതീശനിൽ. സതീശൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ് നമുക്കറിയാം, UDF. അദ്ദേഹം ഏത് പത്രസമ്മേളനം നടക്കുമ്പോൾ അവിടെയൊക്കെയുള്ള UDF. മുമ്പൊക്കെ KPCC ആസ്ഥാനത്ത് ഒരുപക്ഷെ കോൺഗ്രസ് പതാകയ്ക്ക് താഴെയിരുന്നാവും പ്രതിപക്ഷ നേതാക്കൾ പത്രസമ്മേളനം നടക്കുന്ന ആ ഒരു ചുവരെഴുത്ത് വായിച്ചു. മുന്നണിയാണ് വലുത്, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നണിയിലെ ഒരു ഘടകം മാത്രമാണ്. ഇതായിരുന്നു സതീശൻ്റെ വാദം. അത് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും RSPയെയും ഒക്കെ കുളിര് കോരിയിടാൻ ഇടവരുത്തി. അവരൊക്കെ ആ സതീശൻ്റെ ആ മുദ്രാവാക്യത്തിന് പിന്നിൽ അണിനിരുന്നു. രമേശ് ചെന്നിത്തല പക്ഷെ കുറച്ചുകൂടി രക്തത്തിൽ കോൺഗ്രസ് രക്തം പേറുന്നവന്. ഘടകകക്ഷികളോട് അത്ര വലിയ മമതയില്ല. മുസ്ലിം ലീഗിന് മുന്നിൽ അത്ര തലകുനിക്കില്ല. 2011-16 കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിനെതിരെ ഒരുപിടി വിജിലൻസ് അന്വേഷണങ്ങൾക്ക് ശ്രമം നടത്തിയിരുന്നു. ഇബ്രാഹിം കുഞ്ഞിനെ അടക്കം അന്ന് പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ചെറിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. 2011-16 കാലഘട്ടത്തിൽ അന്ന് NSS താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണമെന്ന് പറഞ്ഞാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം മേടിച്ചെടുത്തത്. ഇതും അന്ന് ലീഗിനെ ചുടിപ്പിച്ചിരുന്നു. അപ്പോൾ 16 കുറിച്ചിട്ടൊരു വൈരാഗ്യം, അന്ന് തങ്ങളെ വിജിലൻസ് കേസിൽ കുരുക്കാൻ രമേശ് ശ്രമിച്ചു എന്നൊരു വൈരാഗ്യം മുസ്ലിം ലീഗിൻ്റെ മനസ്സിലുണ്ട്. 2011-16 കാലഘട്ടത്തിൽ 2013 സോളാർ കേസ് കത്തിജ്വലിച്ച് നിൽക്കുന്ന കാലഘട്ടം. അന്ന് രമേശ് ചില കളി കളിച്ചു. രമേശ് മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായാണ് അന്ന് ലീഗിനെ പ്രതികൂട്ടിലാക്കുന്ന അന്വേഷണങ്ങൾക്ക് രമേശ് ശ്രമിച്ചതെന്ന് ചില അണിയറ കഥകളെന്ന് പ്രചരിച്ചിരുന്നു. അതിൽ വലിയ വാസ്തവമൊന്നുമില്ല. അപ്പോൾ സമ്മർദ്ദത്തിൽ ലീഗിനെ വീഴ്ത്തി തനിക്കൊരു പിന്തുണയുണ്ടാക്കാൻ രമേശ് ശ്രമിച്ചിരുന്നു എന്ന തെറ്റിദ്ധാരണ അന്നേ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ ഒരു പകയായി നിറഞ്ഞു. ആ പക പിന്നീട് ആളിക്കത്തിയത് 2026 എപ്പോഴും സമവാക്യം സംസാരിക്കുന്ന, സമവായം
മുന്നോട്ട് വയ്ക്കുന്ന, സീനിയോറിറ്റി അംഗീകരിക്കുന്ന, പക്വതയ്ക്ക് കൂടുതൽ വില കൊടുക്കുന്ന ഇതേ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കൾ PD സതീശനെ അനുകൂലിക്കുകയും രമേശ് ചെന്നിത്തല ഇപ്പോൾ തള്ളിപ്പറയുകയും ചെയ്യുന്നുവെങ്കിൽ അതിന് ചരിത്രപരമായൊരു വസ്തുതയുണ്ട്. അതാണ് ഞാൻ ഇത് തമ്മിൽ കണക്ട് ചെയ്തത്. ഒടുവിൽ ലീഗിൻ്റെ കോട്ടിൽ പന്തെത്തുന്നു. സതീശനറിയാം ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയില്ല, പാർട്ടിയിൽ ദുർബലരാണ്, KC ആണ് തൻ്റെ പ്രതിയോഗി, രമേശ് ചെന്നിത്തല എന്ന സീനിയർ നേതാവ് തന്നോട് മത്സരിക്കുന്നു. മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ്. രാഹുൽ ഗാന്ധിക്ക് അടുത്ത കാലത്തായി VDയുടെ പല നീക്കങ്ങളെ അത്ര ഇഷ്ടമൊന്നുമില്ല. VDയും രാഹുലും ഒരേ വേദിയിലിരിക്കുമ്പോൾ VDയുടെ മുഖത്തേക്ക് പോലും രാഹുൽ നോക്കാറില്ല. ചെറിയ കലിപ്പുമുണ്ട്. കാരണം KC എന്തൊക്കെയാണ് കൊളുത്തി കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഇവിടെ സമർത്ഥമായൊരു കരു നീക്കി VD കളിച്ചു. അതാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഇന്നലെയും മിനിങ്ങാന്നുമായി ഇന്നും ശക്തമായ നിലപാടെടുത്തു. VD സതീശനല്ല മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങൾ ക്യാബിനറ്റിലേക്കില്ല, ഞങ്ങൾ രണ്ടാമതൊന്ന് ആലോചിക്കും. നിങ്ങൾ വയനാട്ടിൽ ഇനി കാലുകുത്താൻ നോക്കേണ്ട, കേരളം ഗാന്ധി കുടുംബത്തിന് കൈമോശം വരും. ആ ഭീഷണിയിൽ അവർ വരണ്ടു. മറുവശത്ത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. അത് ഇറങ്ങിയതാണോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ജനങ്ങൾ തെരുവിലിറങ്ങി. കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷ മനസ്സുകളിൽ ഒരു വികാരമായി VD ആളിക്കത്തി. അത് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ പ്രതിഫലിച്ചു, അവരുടെ കമൻറ്റ് ബോക്സുകളിൽ പ്രതിഫലിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന 1 ലക്ഷത്തോളം കമൻറ്റുകൾ VDക്ക് അനുകൂലമായി മാറിയെങ്കിൽ അതൊരു വികാരമായിരുന്നു. ഷാഫിയുടെയും മാത്യു കുഴൽനാടിൻ്റെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ അവരെ ഇരുത്തി ചിന്തിപ്പിച്ചു. സ്വന്തം മണ്ഡലത്തിലേക്ക് അടങ്ങിയെന്ന ബെന്നി ബെഹനാനെ അവിടെ പ്രവർത്തകർ തടഞ്ഞോടിച്ചു. VDയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ തലത്തിലും സമ്മർദ്ദം. ഏറ്റവും ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത് VM സുധീരനാണ്. VM സുധീരൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ 1.5 മണിക്കൂർ കേരളത്തിൻ്റെ പൊതുചിത്രം അക്ഷരാർത്ഥത്തിൽ വരച്ചു കാട്ടി. K മുരളീധരനും പറഞ്ഞു, ജനവികാരത്തിന് എതിർ നിന്നാൽ ഒരു സുനാമി പോലെ നമ്മൾ ഒലിച്ചു പോകുമെന്ന്. അവശേഷിക്കുന്ന തുരുത്ത് കേരളം, ഇത്ര കോട്ട കെട്ടി ഭദ്രമാക്കിയ കോൺഗ്രസ് പാരമ്പര്യം അതുകൂടി കൈമോശം വന്നാൽ ഇന്ത്യയിൽ നിന്ന് തങ്ങൾ തൂത്തെറിയപ്പെടുമോ എന്ന ഭയം. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുന്നു. അതിനപ്പുറം തെലുങ്കാനയുണ്ട്. പക്ഷേ ഇന്നും ദക്ഷിണേന്ത്യയിലൊരു പ്രതീക്ഷയുണ്ട്. കേരളം കളഞ്ഞു കുളിക്കരുത് എന്ന് പലരും ഉപദേശിച്ചു. AK ആൻ്റണിയുടെ ആത്യന്തികമായ മുന്നറിയിപ്പ്. അങ്ങനെ രാഹുൽ ഗാന്ധി ഒരു കടുത്ത തീരുമാനത്തിലെത്തുന്നു. KCയെ വിളിപ്പിച്ച് വരുത്തുന്നു. ഇപ്പോൾ AICC പ്രസിഡന്റ് ആക്കുമെന്നൊക്കെയുള്ള പ്രചരണമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആകുമോ ആകാതിരിക്കുമോ. പക്ഷേ VD സതീശൻ മനോഹരമായൊരു പ്രതികാരം ചെയ്ത് KC എന്ന തൻ്റെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും വഴിമുടക്കിയ ആ നേതാവിനെ തകർത്തെറിഞ്ഞ് മുഖ്യമന്ത്രി കസേരയിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു ചരിത്രമാണ്. ആ ചരിത്രത്തിന് മറ്റ് ചില നിമിത്തങ്ങൾ കൂടിയുണ്ട്. ഒരിക്കൽ VD സതീശൻ്റെ മന്ത്രി കസേര വെട്ടിയെറിഞ്ഞ ഒരു നീക്കം, അന്ന് ആ നീക്കത്തിലൂടെ മന്ത്രിയായ ശിവകുമാർ ഇക്കുറി നിയമസഭയിലില്ല, തോറ്റമ്പി. അപ്പോൾ ശിവകുമാറിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട VD സതീശനെ സംബന്ധിച്ച് അതൊരു വിജയമാണ്. മറുവശത്ത് തന്നെ ഒരിക്കലെങ്കിലും വീഴ്ത്തി എന്ന് VD സതീശൻ ഇന്നും മനസ്സിൽ കരുതുന്ന രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ആ മുഖ്യമന്ത്രി പോരിൽ തോറ്റിരിക്കുന്നു. ഇനി VD സതീശനെ കൂച്ചിക്കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഇവരാലോചിക്കും തീർച്ചയായിട്ടും. കാരണം KCയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രിസ്ഥാനം ഉൾപ്പെടെ KC ആവശ്യപ്പെടും. തൻ്റെ ഏറ്റവും അടുത്ത അനുയായികളെ ആ സ്ഥാനങ്ങളിലിരുത്തും. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിന് ശേഷം ആരെ വാഴിച്ചാലും അത് KCയുടെ അനുയായിയായിരിക്കും. അപ്പോൾ ഇത്തരം സമ്മർദ്ദതന്ത്രങ്ങളൊക്കെ VDക്ക് മുന്നിലുണ്ടാകും. മറുവശത്ത് VDക്ക് ഒരു പാളിച്ച സംഭവിച്ചാൽ MLA-മാരിൽ ഭൂരിപക്ഷവും അദ്ദേഹത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെടും. അപ്പോൾ എല്ലാ തലത്തിലും ചുറ്റും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട, സമ്മർദ്ദങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് സതീശൻ്റെ സത്യപ്രതിജ്ഞ. പക്ഷെ അതാണ് കരുത്ത്. എപ്പോഴും ധീരർ പടവെട്ടി വേണം മുന്നോട്ട് പോകാൻ. ഒരു പോരാളിയുടെ ചിത്രം അത് സതീശനിലൂടെ പ്രതിഫലിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആവേശമായി കോൺഗ്രസ് പ്രവർത്തകരിലേക്ക് അത് സന്നിവേശം ചെയ്യും. അതൊരു വലിയ തീജ്വാലയായി പടരും. കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. ഇതാണ് സതീശൻ്റെ കഥ. ഇതൊരു ചതിക്കപ്പെടലിൻ്റെയും പോരാട്ടത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കഥയാണ്. അപ്പോൾ സതീശൻ ചെയ്ത ചതിവുകൾ ഇനി ഒരു പക്ഷേ
പാടന്മാർ പാടി നടക്കും എന്നൊക്കെ പറയുന്നത് പോലെ നാട്ടിൽ പുതിയ പുതിയ കഥകൾ വരും. അതിൽ KC എന്ന രാഷ്ട്രീയ ഗുരുവിൻ്റെ കണ്ണീർ ചർച്ചയാവും. പക്ഷേ ഇവിടെ നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നേതാവുണ്ട്. അദ്ദേഹം ഈ പോരാട്ടത്തിൽ വലിയ പക്വത കാട്ടി. അത് രമേശ് ചെന്നിത്തലയാണ്. തെരുവുകളിലേക്ക് തൻ്റെ അനുയായികളെ ഇറക്കിവിട്ടില്ല, സൈബർ ഇടങ്ങളിലേക്ക് സൈബർ ഗുണ്ടകളെ ഇറക്കിവിട്ടില്ല, ഫ്ലെക്സ് യുദ്ധത്തിലും അദ്ദേഹം മുതിർന്നില്ല. ക്ഷമയോടെ തന്നിലേക്ക് അർഹതപ്പെട്ട സ്ഥാനം വരുമെന്ന് കരുതി കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം നിരാശനായി. പക്ഷേ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ ഇത് നിരാശയുടെ കണക്കെടുപ്പുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഒരുപാട് അവകാശികളുടെ അവകാശങ്ങൾ വെട്ടിയെറിയപ്പെട്ട ഒരു ഫീൽഡാണ്. അവസരങ്ങളുടെ കലയാണ്. രാഷ്ട്രീയത്തിൽ അധികാരത്തിലെത്താൻ അവസരങ്ങൾ ഉപയോഗിക്കുക മാത്രമാണ്. രാഷ്ട്രീയത്തിൻ്റെ അധികാരത്തിൻ്റെ ഇരിപ്പിടത്തിൽ ഏറിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നലകളുടെ ആ ഇരുണ്ട ദിനങ്ങളൊന്നും ഓർമ്മയിൽ വയ്ക്കേണ്ടതില്ല. കാരണം എപ്പോഴും വിജയി അധികാരത്തിലെത്തുന്നവനാണ്. അധികാരം എപ്പോഴും വിജയത്തിൻ്റെ കഥയാണ്. അവിടെ വിജയിയുടെ കഥകൾ മാത്രമേ സാധാരണ ചരിത്രം രേഖപ്പെടുത്താറുള്ളൂ. അധികാരത്തിലേറുമ്പോൾ ചവിട്ടിമെതിക്കപ്പെടുന്നവൻ്റെ കണ്ണീരും അവകാശങ്ങളും ഒന്നും ആരും പിന്നീട് ചർച്ച ചെയ്യത്തില്ല. ഇതാണ് അധികാരത്തിൻ്റെ കഥ. അതുകൊണ്ട് തന്നെ VD സതീശൻ കടന്നു വരുമ്പോൾ അധികാരം അദ്ദേഹത്തെ അഹങ്കാരിയാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അധികാരം അദ്ദേഹത്തെ ധാർഷ്ട്യത്തിൻ്റെ ഭാഷ പഠിപ്പിക്കില്ല എന്ന് നമുക്ക് കരുതാം. അദ്ദേഹം മറ്റൊരു ദുരന്ത അടയാളമായി മാറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടി ഒരു വിനയത്തിൻ്റെ ഭാഷ സതീശൻ സ്വായക്തമാക്കിയാൽ കേരളത്തിൻ്റെ ഒരു അകം നിറയും എന്നത് ഉറപ്പാണ്. എന്തായാലും അടുത്ത ഒരു 5 വർഷം കൂടി പോരാട്ടം തുടരേണ്ടി വരും VD സതീശനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെ സാർ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു നേതാവ്, വളരെയധികം പക്വത കാട്ടിയ ഒരു നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം ഇന്ന് ഹൈക്കമാൻഡിനോട് തൻ്റെ അതിർത്തി അറിയിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം തലസ്ഥാനത്ത് നിന്ന് മടങ്ങി എന്ന് പറയുന്നു, തലസ്ഥാനത്ത് തുടരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതൃപ്തനാണ്. അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു സെറ്റിൽമെൻറ്റും കൂടി പ്രതീക്ഷിച്ച് കാണുമല്ലോ. അതും കൂടി കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ അതൃപ്തി. ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ BJP നേരത്തെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. കേന്ദ്രമന്ത്രി സ്ഥാനമടക്കം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ മുഖ്യമന്ത്രി തന്നിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചാണ് ഇത്രയും നാളും കോൺഗ്രസിൽ തുടർന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാഹിതം ഇനി കോൺഗ്രസിനെ തേടി വരാൻ സാധ്യതയില്ല? രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ സാധ്യതകളുണ്ട്. ഒരു MP സ്ഥാനം വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയാൽ കേരളത്തിൽ വലിയ നീക്കങ്ങൾ നടത്താൻ കഴിയും BJPക്ക്. പക്ഷേ ചെന്നിത്തലയുടെ മനസ്സങ്ങനെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ചെന്നിത്തല ആത്മാർത്ഥമായി ഒരു മുഖ്യമന്ത്രി ആകുമെന്ന് പ്രതീക്ഷിച്ച ആളാണ്. VD സതീശൻ അദ്ദേഹം നോക്കുമ്പോൾ തന്നേക്കാൾ വളരെ ജൂനിയറായിരുന്നു. തനിക്ക് അർഹതപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് കിട്ടിയില്ല. ഇനി സതീശൻ്റെ ഒരു ജൂനിയറായി മന്ത്രിസഭയിലിരിക്കുക, അതൊക്കെ വലിയൊരു മാനസിക വ്യതി ഉണ്ടാക്കാനിടയുണ്ട് രമേശിനെ സംബന്ധിച്ച്. പക്ഷേ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. രമേശിൻ്റെ ദുഃഖം നമുക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചിലപ്പോൾ ഒരു വിഷമമുണ്ടാക്കും. മറുവശത്ത് വിജയിയുടെ കഥകളെ നമ്മൾ ഇനി കേൾക്കൂ. അവിടെ പടനായകൻ നാട് ഭരിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുള്ളൂ. അതൊരു വിശ്വാസവും അടയാളവുമാണ്. ചാനലുകളും മാധ്യമങ്ങളും ഒന്നും പരാജയപ്പെട്ടു പോകുന്നവൻ്റെ കണ്ണീരൊപ്പാൻ കടന്നു ചെല്ലാറില്ല. പരാജയപ്പെട്ട് വഴിയിൽ കിടക്കുന്നവൻ്റെ നേരെ മണ്ണിട്ട് കടന്നു പോവുകയാണ് മിക്ക അധികാര സ്ഥാനത്തേക്കുള്ള ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ. ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള 5-6 MLA-മാർ, അവർ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ KCക്കൊപ്പമുള്ള ഒരു 40-45 MLA-മാർ, അവരാണ് നാളുകളിൽ VD സതീശനെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന സമ്മർദ്ദം. ആ സമ്മർദ്ദം എത്രമാത്രം അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയും? അദ്ദേഹത്തിന് ഒരു അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന ഒരു ശൈലി, ഘടകകക്ഷികളെ ഉൾക്കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ സ്വന്തം തട്ടകത്തിലുള്ളവരെ അദ്ദേഹത്തിന് ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഈ അധികാരം തന്നെ നിൽക്കാൻ സാധ്യതയുണ്ടോ? അതോ അധികാരമുള്ളിടത്തേക്ക് വലിയ ഒഴുക്കുണ്ടാകും. പക്ഷേ അധികാരം കൂടുതൽ, സംഘടന അധികാരം കൂടുതൽ ഇപ്പോഴും KCയുടെ പക്കലാണ്. നാളുകളിൽ 2031 നിയമസഭയിൽ ഒരു സീറ്റ് ഒരാൾക്ക് നിഷേധിക്കാൻ KC അപ്പോഴും അധികാര ശ്രേണിയിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിയും. അത്രമാത്രം കരുത്തനായി KC മാറുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. കേരളത്തിലെ ഈ തോൽവി ഒരുപക്ഷെ KCയുടെ ദുരന്തത്തിന് കാരണമായാൽ അതൊരു വല്ലാത്ത പതനമായിരിക്കും. മറ്റുള്ളവർ നിരീക്ഷകർ പറയുന്നത് പോലെ AICC പ്രസിഡന്റിലേക്ക് KC വേണുഗോപാലിന് ഓടിക്കയറുക അത്ര എളുപ്പമൊന്നുമല്ല.
അത്ര എളുപ്പമല്ല. അതെ. മറുവശത്ത് കെ സിയുടെ ഇപ്പോൾ AICC സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പുള്ളിയുടെ ഒരു പ്രവർത്തനം എത്ര കാലം നമുക്കറിയാം. കാരണം എൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് 7 വർഷമായി. അപ്പോൾ കെ സിയെ സംബന്ധിച്ച് വലിയ പരീക്ഷണം കെ സി നേരിടുന്നു. പക്ഷേ സതീശനെ സംബന്ധിച്ച് ആത്യന്തിക വിജയത്തിലെത്തി നിൽക്കുന്നു. ഇനി സതീശന് പടവുകൾ വെട്ടിക്കയറാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. തന്നിലേക്ക് MLA-മാരെയും മറ്റ് നേതാക്കളെയും എത്തിക്കാൻ വലിയ വഴികൾ തുറന്നിരിക്കുന്നു. ഇനി സതീശൻ്റെ കാലമാണ്. സതീശൻ പറയുന്നത് പോലെ ഇന്നലകളിലെ ആ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിക്കയറിയ ഒരുപാട് അനുഭവ പാഠങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒരു വിജയിയുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് സതീശൻ്റെ മാത്രം കഥയാണ്. നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇത് എൻ്റെ മാത്രം കഥ എന്ന് പറയുന്നത് പോലെ ഇത് സതീശൻ്റെ മാത്രം കഥയാണ്. അതെ, കേരളം കാത്തിരുന്ന ആ ഉത്തരം ഇന്ന് വന്നെത്തിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ഇനിയും 4 നാൾ കാത്തിരിക്കണം. എന്തായാലും മറ്റൊരു പോരാട്ടവുമായി VD സതീശൻ കേരളത്തിൽ തുടരുകയാണ്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.